നീ വന്നോ? ഇവന്മാരാണോ എന്നെ അങ്ങ് ചിരയ്ക്കാൻ പോകുന്നു പറഞ്ഞേ? വരാൻ പറയടാ. എവനെങ്കിലും എന്റെ മുമ്പിൽ വന്നെന്ന് ചങ്കൂറ്റത്തോടെ നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നെ അങ്ങ് പുളുത്താൻ പറയടാ. ഡേയ് വാ. മോനെ, നിനക്ക് അവനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവനെ കാണുമ്പോ എനിക്ക് അവന്റെ തലമണ്ട തല്ലി പൊട്ടിക്കാൻ തോന്നുന്നു. സബാഷ്. ഇവിടെ ഈ നിൽക്കുന്നവർക്ക് ആർക്കുമില്ലാത്ത ധൈര്യം നിനക്കൊണ്ടടാ. നീ എന്റെ കൂടെ വന്നു. ഇനി കുറച്ചുനാൾ കൂടി നീ ഇവിടെ നിന്നാ നിന്റെ രക്തത്തിൽ അവശേഷിക്കുന്ന ധൈര്യം കൂടി ചോർന്നു പോകും. അത്രയ്ക്ക് നാണം കെട്ടവന്മാരാ ഇവിടെ ഈ നോക്കി നിൽക്കുന്നവന്മാരെല്ലാം. എന്നും അടിമകളെ പോലെ എല്ലാം കടിച്ചമർത്തി മനസ്സും തകർന്ന് എതിർക്കാനുള്ള ശേഷി പോലുമില്ലാതെ വെറും ശവങ്ങളായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരെ ഇവരെല്ലാം. പേടി പോലും. ആരെയാ ഇവരിങ്ങനെ പേടിക്കുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് വേണ്ടി എഴുതിയവനെ നിങ്ങളുടെ മുമ്പിലിട്ട് കുത്തിക്കീറിയത്? നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവന്റെ ശവം പോലും വിട്ടുതരാഞ്ഞത്? ഭയപ്പെടാൻ ആളുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്താനും ആള് കാണും. നിങ്ങളിൽ 10 പേര് എതിർക്കാനുണ്ടെങ്കിൽ ഇവരെ പോലത്തെ 100 പേരെ നേരിടാം. അങ്ങനെ നിങ്ങളിൽ വരും 100 പേർ വിചാരിച്ചാൽ മതി ഇവനെ പോലെയുള്ള ആയിരങ്ങളെ നേരിടാൻ. നിങ്ങളെ ഓരോന്നായി കൊന്നൊടുക്കുന്നതിന് മുമ്പ് ഇവരിൽ ഒരുത്തിനെങ്കിലും കൊല്ലാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവണം. യുദ്ധം ചെയ്യാതെ യുദ്ധം ജയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ യുദ്ധം ചെയ്യാനുള്ള ധൈര്യമാണ് നമുക്കെല്ലാം വേണ്ടത്. എന്തു പറ്റിയിപ്പോ? കുറെ ചോന്നുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ ബലം കൂട്ടാമെന്നും ഒക്കെ പറയുന്നത് വെറും കഥയാടാ. സിംഹമെതിരെ വന്ന ഏത് മാൻപേടയും പേടിച്ചു പോവില്ലടാ. ഇതാ സത്യം. വിളിച്ചോ, എവനെ വേണമെങ്കിലും വിളിച്ചോ നീ. എന്താടാ പരട്ടക്കിളവ? ആ നിൽക്കുന്നവനെ കണ്ടിട്ടാണോ നീ വന്നത്? പോടാ. പോയില്ലെങ്കിൽ നിന്റെ മോനെ കൊന്നതുപോലെ നീ ഇവിടെ കിടന്ന് ചത്തെന്ന് വരും. അവനെ ചോനനുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്ക് ബലം കൂടുമെന്ന് പറയുന്നത് വെറും കഥയല്ല. ഇതാണ് സത്യം. ഇത്രയും നാൾ ഇവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ പേടിയുണ്ടല്ലോ, അതിപ്പം നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റും. ഇനി ഒരിക്കലും ഇവിടെ വരരുത്. വന്നാ നീ ജീവനോടെ ഉണ്ടായെന്ന് വരില്ല. ഒരിക്കലും ഒരു തരി മണ്ണ് പോലും നിനക്ക് ഇവിടുന്ന് കിട്ടില്ല. ഓ പോടാ, കേറി പോടാ. അവൻ ഇനി ഇങ്ങോട്ട് വരില്ല മോനെ. ഇത്രയും നാളും ഞങ്ങൾ ആരെങ്കിലും എതിർത്താ കൊന്നുകളയി വരുന്നവൻ. അവൻ പറയുന്നതും കേട്ട് അവന്റെ കാൽ കീഴിൽ വെറും തെണ്ടികളെ പോലെ കഴിയായിരുന്നു ഞങ്ങളെല്ലാവരും. ഇപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലായത്
ഞങ്ങളുടെ ജീവിതം ഒരു തന്തയില്ലാത്തവന്മാരുടെ ഔദാര്യമല്ലെന്ന്. എന്നെ എതിർത്തവരെല്ലാം ഓരോന്നായി ഞാൻ കൊന്നു കളഞ്ഞു. പക്ഷെ ഇപ്പോഴത്തൻ അവന്റെ വാക്ക് കേട്ട് മറ്റൊരുത്തൻ ഇങ്ങനെ ഓരോരുത്തന്മാരായി എനിക്കെതിരെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പന്ന കഴിവരുടെ മോൻ മാത്രം എന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് ആ